പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗോൽഗോത്തായിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. അന്ന് ഏറ്റവും ശക്തമായിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ അവർ ഭരിച്ചിരുന്ന കാലത്ത് അവരുടെ ഒരു അധികാരിയായിരുന്ന പൊന്തിയോസ് പിലാത്തോസാണ് യേശു ക്രിസ്തുവിന് മരണശിക്ഷ വിധിച്ചത്. യേശു കർത്താവ് അന്ന് യെരുശലേമിൽ ഒരു പബ്ലിക് കാഴ്ചയായിട്ട് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അന്ന് അടക്കം ചെയ്തു. 3-ാം ദിവസം നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. ബൈബിളുള്ളവരെല്ലാം എടുക്കാം. അതിൻ്റെ 13 മുതൽ 16 വരെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിലും കാണാൻ സാധിക്കും, കൂടെ വായിക്കാവുന്നതാണ്. ഞാൻ വായിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവുസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഈ ഭാഗം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ നടന്നു പോയതിൽ ഒരാളുടെ വ്യക്തിയുടെ പേര് ക്ലെയോപ്പാവ്. നമ്മൾക്ക് ക്ലെയോപ്പാവും ക്ലെയോപ്പാവിൻ്റെ കൂട്ടുകാരനും ആയിട്ട് വിചാരിക്കാമേ. ഓക്കെ, ഈ 2 പേര് യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, യേശുവിന് 12 അപ്പോസ്തലന്മാർ, അങ്ങനെ ശിഷ്യന്മാരുടെ ഏറ്റവും അടുത്തൊരു കൂട്ടമുണ്ടായിരുന്നു. അതുകൂടാതെ യേശു 70 പേരെ ശിഷ്യന്മാരെ അയച്ചത് നമ്മൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിലും വലിയൊരു സർക്കിൾ ഓഫ് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പം ആ കൂട്ടത്തിൽ, അതായത് 12 ശിഷ്യന്മാരല്ല, അതല്ലാത്ത ഒരു കൂട്ടത്തിൽ വരുന്ന 2 പേരാണ് ഈ ക്ലെയോപ്പാവും കൂട്ടുകാരനും. ഇവരെക്കുറിച്ച് നമ്മളിവിടെ വായിച്ചു. അന്ന് തന്നെ, അതായത് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിൻ്റെ 3-ാം ദിവസം അവർ തിരിച്ച്, ഇവിടെ നമ്മൾ വായിക്കുന്നു, യെരുശലേമിൽ നിന്ന് എമ്മവൂസ് എന്ന് പറയുന്നിടത്തോട്ട് അവർ പോവുകയാണ്. യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്കാണ് അവർ പോകുന്നത്. ആരൊക്കെയാണ് പോകുന്നത്? ക്ലെയോപ്പാവും ക്ലെയോപ്പാവിൻ്റെ ഫ്രണ്ടും. ഓക്കെ, ഈ അന്ന് തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്ന ദിവസമാണ് ഈ അന്ന് തന്നെ എന്ന് പറയുന്നത്. എന്താ അത്? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം. പക്ഷേ ഈ ശിഷ്യന്മാർ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവിൻ്റെ ആ കല്ലറ എവിടെയായിരിക്കുന്നത്? യെരുശലേമില്ല. പക്ഷേ ഇവർ യെരുശലേമിൽ നിന്ന് എമ്മവുസിലേക്ക് പോവുകയാണ്. പ്രോബബ്ലി ഇവരുടെ 2 പേരും എമ്മവുസുകാരായിരിക്കാം. അവിടെയോട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പോകുമ്പോൾ വളരെ നിരാശയോടെ, സങ്കടത്തോടെ, അവർ വളരെ ആശയക്കുഴപ്പത്തിലായിട്ടാണ് ഇവർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 പേരെന്ന് പറയുന്നത്, ക്ലെയോപ്പാവും കൂട്ടുകാരൻ എന്ന് പറയുന്നത്, അവർ യഹൂദ ജനതയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് അവരിങ്ങനെ നിരാശരായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരിങ്ങനെ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യമുണ്ട്. അവർ 2 പേരും, ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നവരിൽ മിക്കവാറും എല്ലാവരും തന്നെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് യേശുവിൻ്റെ ആ ഡിസൈപ്പിൾ ഗ്രൂപ്പ്, ആ ബാൻഡിൽ ചേരുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞുതരാം. അതായത് ഈ റോമാക്കാർ ഭരിക്കുന്ന കാലമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് യേശു കർത്താവ് ജനിക്കുന്നതിനും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് 63 BC, ബിഫോർ ക്രൈസ്റ്റ്, 63, അതായത് 63 വർഷങ്ങൾ മുമ്പ് റോമൻ ഒരു ജനറൽ ആയിരുന്ന പോംപെ, അതായത് ജൂലിയസ് സീസറിൻ്റെയൊക്കെ ഒരു വലിയ സൈന്യാധിപനാണ്. അദ്ദേഹമാണ് യെരുശലേം ദേവാലയം വന്ന് പിടിച്ചടക്കുന്നത്. ഈ യെരുശലേമിലുള്ള, അല്ലെങ്കിൽ ആ യഹൂദ നാട്ടിലുള്ള ജനതകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾക്ക് ചിലർക്ക് നന്നായി അറിയാവുന്ന ചരിത്രമാണ്, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇവർക്ക് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളായിരുന്ന ഇവർ
മിസ്രൈമിൽ അടിമത്തമൊക്കെ കഴിഞ്ഞ് ഇവർ യോശുവയുടെ നേതൃത്വത്തിൽ അവർ ആ നാടൊക്കെ പിടിച്ചടക്കി അവിടെ താമസിച്ചു. പക്ഷേ പിന്നീട് 2 രാജ്യങ്ങളായി. അതിൽ ഒരു രാജ്യമായി യഹൂദ എന്ന് പറയുന്നത് ബാബിലോണിയർ വന്ന് ആക്രമിച്ചു. അപ്പം യേശു കർത്താവിൻ ജീവിക്കുന്നതിന് ഒരു 500 വർഷം മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ്. അന്ന് മുതൽ ഇവർ ഒരു അടിമത്തത്തിന് കീഴിലാണ്. ബാബിലോണിയ ആൾക്കാർ ഇവരെ ഭരിച്ചു. അതിനുശേഷം മേദ്യ പാഴ്സ്യ രാജാക്കന്മാർ ഇവരെ ഭരിച്ചു. പിന്നെ പാഴ്സി രാജാക്കന്മാർ ഭരിച്ചു. അതിൽ ഒരു പേർഷ്യൻ രാജാവായ കോരഷ് ചക്രവർത്തിയാണ് ഇവർക്ക് തിരിച്ച് അവരുടെ നാട്ടിൽ, സ്വന്തം നാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവരെ തിരിച്ച് അയച്ചു. അവരവരുടെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി. യഹൂദന്മാർ അവിടെ താമസിക്കുകയാണ്. പക്ഷേ പൊളിറ്റിക്കലി നോക്കുമ്പോഴത്തേക്ക് അവർ പിന്നീടും പല രാഷ്ട്രങ്ങൾ ഇവരെ ഭരിക്കുന്നതാണ് കാണുന്നത്. ഗ്രീക്കുകാർ ഇവരെ ഭരിക്കുകയാണ്. ഓക്കെ, പിന്നീട് റോമക്കാർ, ഞാൻ പറഞ്ഞ പോലെ 63 BC മുതൽ റോമക്കാരുമാണ് ഇവർ ഭരിക്കുന്നത്. ഏതൊരു ജനതയുടെയും സ്വപ്നമാണ് അവർക്ക് സ്വന്തമായിട്ട് നിലനിൽക്കുക എന്നുള്ളത്, അല്ലേ? ഒരു ജനതയുടെ അടിമത്തത്തിന് കീഴിലാകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഈ റോമൻ ഭരണാധികാരികൾ ഇവിടെ വന്നപ്പോൾ മുതൽ ചില ഉന്നത വിഭാഗങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. റോമാക്കാർ വളരെയധികം ടാക്സ് ഇവരുടെ മേൽ ചുമത്തുമായിരുന്നു. എവിടെ നോക്കിയാലും റോമൻ സൈന്യം, അവരുടെ അടിച്ചമർത്തലുകൾ. അപ്പം ഈ ജനത എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു വിടുതൽ വേണം. അപ്പം ജൂയിഷ് ആൾക്കാരുടെ ഏറ്റവും വലിയൊരു എക്സ്പെക്റ്റേഷനാണ് ദാവീദിൻ്റെ വംശാവലിയിൽ, ദാവീദിൻ്റെ ആ പരമ്പരയിൽ നിന്ന് ഒരു രാജാവ് വരും ഞങ്ങളെ രക്ഷിക്കാൻ. അവർ കാത്തിരുന്നു ഒരു മശിഹായ്ക്ക് വേണ്ടി. അവർ പറയുന്നതാണ് മശിഹ എന്നുള്ള ഒരു അഭിഷിക്തൻ വരും, ഞങ്ങളെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കും, ഞങ്ങൾ യഹൂദന്മാർക്ക് വീണ്ടും ഒരു രാജ്യം ഉണ്ടാകുന്നത് ഈ മശിഹയിൽ കൂടെ ആയിരിക്കും. എല്ലാവരുടെയും പ്രതീക്ഷ ഇതായിരുന്നു. ഞാൻ പറയട്ടെ, ഈ ക്ലെയോപ്പാവും കൂട്ടുകാരനും ഇല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ യെരുശലേമിൽ നിന്ന് എമ്മവസിലോട്ട് തിരിച്ചു പോകുന്ന ഇവരുടെയും പ്രതീക്ഷ ഇതായിരുന്നു, യേശു മശിഹ ആയിരിക്കും, ഞങ്ങളെ ഈ റോമൻ ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗങ്ങൾ വായിക്കുമ്പം അത് മനസ്സിലാകും. ഓക്കെ, ഇവർ ഈ തിരിച്ച് നിരാശരായിട്ട് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് ക്ലെയോപ്പാവും കൂട്ടുകാരനും നടന്നു പോകുമ്പോഴത്തേക്ക് അവരുടെ യാത്രയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇവർ നിരാശരായിട്ട് പോകുന്നില്ലേ? ആ ദിവസത്തിന് ഏകദേശം ഒരാഴ്ച മുമ്പ് നടന്ന ഒരു വലിയ സംഭവമുണ്ട് യെരുശലേമിൽ. യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം അന്ന് യേശുവിൻ്റെ ആ പബ്ലിക് മിനിസ്ട്രി ഒരു 3.5 വർഷക്കാലം യഹൂദന്മാരുടെ നാടുകളിലെല്ലാം നടത്തിയ ശേഷം യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസമുണ്ടായിരുന്നു. ആ ദിവസത്തിൽ നമുക്കറിയാവുന്നതുപോലെ യേശു പ്രവേശിച്ചത് ഒരു കഴുതപ്പുറത്താണ് വരുന്നത്. സെക്കരിയ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ഈ യേശു കർത്താവ് ഈ കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജാക്കന്മാരായിട്ടുള്ളവർ പ്രാചീന കാലത്ത് കുതിരപ്പുറത്തും വരുമായിരുന്നു, കഴുതപ്പുറത്തും വരുമായിരുന്നു. പക്ഷെ രണ്ടും കാണിക്കുന്ന 2 കാര്യങ്ങളെയാണ്. കുതിരപ്പുറത്ത് വരികയാണെങ്കിൽ യുദ്ധത്തിനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പവർ കാണിക്കാനായിട്ട് വരുന്നതാണ്. പക്ഷേ കഴുതപ്പുറത്താണ് രാജാവ് വരുന്നതെങ്കിൽ അത് സിംബലൈസ് ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു കർത്താവ് കഴുതപ്പുറത്തിട്ട് കയറി ആ ദിവസം യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം ഇവരുടെ കൂടെ ഉണ്ട്. ഞാൻ ചിന്തിക്കുന്നു, അന്ന് ക്ലെയോപ്പാവും നമ്മൾ ആദ്യം കണ്ട ആ കൂട്ടുകാരനും എല്ലാം ഉണ്ടായില്ലാത്ത ശിഷ്യഗണത്തിൽ. അവർ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യെരുശലേം നിവാസികൾ അവർക്ക് ഈ ഗുരുവിനെ, ഈ പ്രവാചകനായ യേശുവിനെ അവരുടെ ഇടയിൽ അതിസമ്മതനായി കഴിഞ്ഞിരുന്നു. അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വസ്ത്രമൊക്കെ ഊരി അവർ വഴിയിലെല്ലാം
എല്ലാം വിരിച്ച് അവർ കുരുത്തോലകളൊക്കെ ഉപയോഗിച്ച് യേശുവിനെ വാഴ്ത്താൻ തുടങ്ങി. അവർ പാടാൻ തുടങ്ങി, ഹോശന്ന ഹോശന്ന എന്നല്ലേ, നമുക്ക് ആ സംഭവം അറിയാം. അവരത് പാടുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ, ഈ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ആ പാടുന്നത്, ഹോശന്ന ഹോശന്ന എന്ന് പറഞ്ഞ്. അവർ പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയാമോ? യേശു എന്ന് പറയുന്ന ഈ നസ്രയനായ യേശു ഞങ്ങളെ ഈ റോമൻ ഭരണാധികാരത്തിൽ നിന്നൊക്കെ വിടുവിച്ച് ഒരു പുതിയ രാജാവായിട്ട് ഒരു പുതിയ രാജ്യം സ്ഥാപിക്കും, ഞങ്ങൾക്ക് വലിയ ഒരു എന്താ പറയുന്നത്, വലിയൊരു ഭാവി ഉണ്ടാകും യഹൂദന്മാർക്ക്. അങ്ങനെ ഒരു പ്രതീക്ഷയോടെയാണ് ഈ ജനം ഇത് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നു നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്ലെയോപ്പാവിൻ്റെ കൂട്ടുകാരനും ആ കൂട്ടത്തിൽ ഒത്തിരി സന്തോഷിച്ച് കാണും. അവരുടെ ഉള്ളിലും അവർക്ക് യേശുവിനെ ഇഷ്ടമാണ്. ഈ യേശു രാജാവായാൽ നല്ല കാര്യമാണ്, യഹൂദന്മാർക്കൊരു വിടുതലുണ്ടാകും. ഇതാണ് ഇവരുടെ പ്രതീക്ഷ മുഴുവൻ. പക്ഷേ ആ ഹോശന്ന വിളിച്ച് വാഴ്ത്തിപ്പാടിയ ജനം നിന്ന യെരുശലേമിൽ തന്നെ അധികം വൈകുന്നതിന് മുമ്പ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം അല്ലേ? പെസഹ ദിവസമായപ്പോഴത്തേക്ക് യേശു കർത്താവ് ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിച്ചു. അതിനുശേഷം അവർ ഗെത്സമന തോട്ടത്തിൽ ചെന്നു. അവിടെ വെച്ച് യേശുവിനെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യേശുവിൻ്റെ അടുത്ത ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ, 12 ശിഷ്യന്മാരല്ലേ, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. രാത്രിക്കുള്ളിൽ തന്നെ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ആ രാത്രിയിൽ തന്നെ പിറ്റേ ദിവസം രാവിലെ ആകുന്നതിന് മുമ്പ് തന്നെ പല കോടതികളിലായിട്ട് 6 പ്രാവശ്യമായിട്ട് യേശുവിനെ മഹാപുരോഹിതൻ്റെ മുമ്പിൽ, ഹെരോദാവിൻ്റെ മുമ്പിൽ, പിലാത്തോസിൻ്റെ മുമ്പിൽ എല്ലാം അവർ വിസ്തരിക്കുന്ന സംഭവങ്ങൾ നടക്കുകയാണ്. ഇനി നിങ്ങൾ ആ ക്ലെയോപ്പാവിനെയും കൂട്ടുകാരനെയും ഓർത്തു നോക്കിയേ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഹോശന്ന പാടി കേട്ടതാണ്. യേശു രാജാവാകുമെന്ന് വലിയ പ്രതീക്ഷ ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഇവര് ആ ദിവസം രാവിലെ പെസഹ കഴിഞ്ഞ പിറ്റേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവർ കേൾക്കുന്ന വാർത്ത എന്താണ്? യേശുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എവിടെയാണ് ഇപ്പം യേശു? പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിലുണ്ടല്ലേ, അവിടെ യേശുവിനെ അറസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ്. യേശു യഹൂദ ജനതയുടെ വിധി മാറ്റുമെന്ന് വിചാരിച്ച ക്ലെയോപ്പാവിനും കൂട്ടുകാരനും ഉൾപ്പെടെ യേശുവിൻ്റെ സകല ശിഷ്യന്മാർക്കും ഇത് വലിയ ഷോക്കായിട്ട് മാറുകയാണ് അല്ലേ? ഒരു ക്രിമിനലിനെ ചോദ്യം ചെയ്യുന്ന പോലെ. അതുവരെ അവരുടെ ഇടയിലെ ഏറ്റവും സമ്മതനായ ഗുരു, അവർ യേശുവിൻ്റെ വചനം കേട്ടു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നവർ കണ്ടിട്ടുണ്ട് അല്ലേ? യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. യേശു പാപികളോട് ഏറ്റവും ദയോടെ ഇടപെടുന്നവർ കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പം അവർ കാണുന്ന സീൻ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ക്ലെയോപ്പാവും ആ കൂട്ടുകാരനൊക്കെ ഓടിയെത്തിക്കാണും. അവർ കാണുന്നത് ഒരു ക്രിമിനലിനെ നിർത്തിയിരിക്കുന്നത് പോലെ യേശുവിനെ നടുക്ക് നിർത്തിയിരിക്കുന്നു. അവിടെ വെച്ച് യേശുവിനെ ക്രൂശിക്ക എന്ന ജനം ആർത്ത് വിളിക്കുന്നത്. അതായത് യേശു ഇവരെ പറ്റിച്ചു എന്നാണ് ഈ ജനത്തോട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ദൈവദൂഷണം പറഞ്ഞു എന്ന് ഒന്നാമത്തെ കുറ്റം. 2 രാജ്യദ്രോഹ കുറ്റം. എന്താ? യേശു യഹൂദന്മാരുടെ രാജാവാണ്, റോമാക്കാർ ഭരിക്കുന്ന സമയത്ത് യഹൂദന്മാരുടെ രാജാവാണ് യേശു എന്ന് പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റവും കൂടെ വെച്ച് ഒരു കൊടും ക്രിമിനലിനെ നിർത്തിയേക്കുന്നത് പോലെ യേശു നിൽക്കുകയാണ്. യേശുവിന് കൊടുത്ത ശിക്ഷ ഇവരെല്ലാം കാണുന്നുണ്ട്. ഈ ശിഷ്യന്മാര് ദൂരെ നിന്ന് ഇവർ കാണുന്ന എന്താ? തങ്ങളുടെ ഗുരുവിനെ ഭയങ്കര ഏറ്റവും ടെറിബിളായിട്ടുള്ള ചാട്ടവാറടി, അത് കഴിഞ്ഞിട്ടാണ് ക്രൂശീകരണം വിധിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതാണ്, ഈ ക്ലെയോപ്പാവും ആ ഫ്രണ്ടും ഒക്കെ ഇല്ലേ, ഇങ്ങനെ ചിന്തിച്ചു കാണും, ഒരു പക്ഷേ യേശു അത്ഭുതമൊക്കെ ചെയ്യുന്നതല്ലേ, ഇവരുടെ മനസ്സിൽ യേശു ക്രൂശിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ യേശു ഇതൊന്നും ഒരു ഐഡിയ പോലും ഇല്ലെന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണേ. അവരാകെ ഷോക്ക്ഡ് ആവുകയാണ്. ഇവർ കാണുന്ന എന്താ? യഹൂദന്മാരുടെ വിധി മാറ്റുമെന്ന് ഇവർ വിചാരിച്ചേക്കുന്ന യേശു ഒരു ക്രിമിനലിനെ പോലെ ചാട്ടവാറടിക്ക് വേണ്ടി അവിടെ നിർത്തിയേക്കുവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരിങ്ങനെയാണ് പ്രതീക്ഷിച്ചത്, യേശു ഇവരുടെ വിധി മാറ്റും. ഒന്നാമത് ഇവരുടെ സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: അവർ എക്സ്പെക്റ്റേഷൻസ് മേ ക്രംബിൾ. നമ്മുടെ ജീവിതത്തിൽ
our expectations, നമ്മൾക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരിക്കാം, നമുക്ക് ചില പ്ലാനുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ജീവിതത്തിനൊരു സ്വഭാവമുണ്ട് അല്ലേ? ആ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം നമ്മൾ പ്രതീക്ഷിച്ച പലതും ഉടഞ്ഞു പോകാം അല്ലേ, തകർന്നു പോകാം. അവർ എപ്പോഴും ആയിരിക്കണം എന്നില്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല അല്ലേ. ഒന്ന് പറഞ്ഞേ, നമ്മുടെ പ്രതീക്ഷകൾ പൊട്ടിത്തകരാം. അവർ എക്സ്പെക്റ്റേഷൻസ് മേ ക്രംബിൾ. എപ്പോഴും സംഭവിക്കണമെന്നില്ല, പക്ഷെ ചില സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ, നമ്മൾ മുമ്പോട്ട് പോകുമെന്ന് വിചാരിച്ചതുപോലെയൊക്കെ സംഭവിക്കാതെ വരുമ്പം നമുക്ക് ഏറ്റവും നിരാശ തോന്നുന്ന സമയം അല്ലേ. അത് തന്നെ ഈ ക്ലെയോപ്പാവിനും കൂട്ടുകാരനും സംഭവിച്ചു, യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും സംഭവിച്ചു. ഇവർ കാണുന്ന എന്താ, യേശുവിനെ റോമൻ പടയാളികൾ പിടിച്ചു നിർത്തിയേക്കുക. എന്നിട്ട് യെശയ്യാ പ്രവാചകൻ 50:6 ഉള്ളൊരു വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാവേ. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. മത്തായി എഴുതിയ സുവിശേഷം 26:67 ഇങ്ങനെയാ പറയുന്നത്, അപ്പോൾ അവൻ്റെ മുഖത്ത് തുപ്പി. ആരുടെ? യേശു കർത്താവിൻ്റെ മുഖത്ത് തുപ്പി. അപ്പൊ കണ്ടോണ്ട് നിന്ന ശിഷ്യന്മാരുടെ മാനസികാവസ്ഥയും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവര് പ്രതീക്ഷിക്കുന്ന യേശു, അവര് സർവശക്തനായ യേശുവായിട്ട് അല്ലേ അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിനെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ ആളുകള്, റോമൻ പടയാളി മുഖത്ത് തുപ്പുമ്പം, ഒരു മനുഷ്യനെ ഏറ്റവും നിന്ദിക്കാവുന്ന രീതിയിൽ നിന്ദിക്കുമ്പോഴും എന്താ പറയുന്നത്, അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ നിൽക്കുന്ന ഒരു യേശു, അത് അവരുടെ എക്സ്പെക്റ്റേഷനിലുള്ള ഒരു കാര്യമല്ല അല്ലേ. അതിലും വലിയ റോമൻ ചക്രവർത്തിനെ മറിച്ചിട്ടിട്ട് ഇവിടെ രാജ്യത്വം ഉണ്ടാക്കും യേശു എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഇവർ കാണുന്ന സീൻ അടുത്തത്, യേശുവിനെ മുഷ്ടി ചുരുട്ടി കുത്തി എന്നാണ് പറയുന്നത്. മുഷ്ടി ചുരുട്ടിയിട്ട് കുത്തി മുഖത്തോട്ട്, അവനെ കന്നത്തടിച്ചു. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നിന്ദിക്കാമോ, തുപ്പി ഇടിച്ച് കന്നത്തടിച്ചു. എന്നിട്ട് അവർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. ഹേ ക്രിസ്തുവേ, അവർ കളിയാക്കി വിളിക്കുകയാണ്. ഓ, നീയാണോ അഭിഷിക്തൻ? ക്രിസ്തു മെഷിഹായുടെ ഗ്രീക്ക് പദമാണത്, ക്രിസ്തുവേ. അവർ കളിയാക്കി, ഓ നീയാണോ അഭിഷിക്തനാണെന്ന് പറഞ്ഞ് ഇവരെല്ലാം പറഞ്ഞയാള്, എങ്കിലും നീ പറ, നിന്നെ അടിച്ച ആൾ ആരാന്ന് പ്രവചിക്കുക. ഒരു മനുഷ്യനെ നിന്ദിക്കുകയാണല്ലേ, എന്തോരം നിന്ദിക്കാമോ അതിൻ്റെ മാക്സിമം. പിന്നെ ചാട്ടവാറടിയുടെ ഭീകരത നമുക്കറിയാവുന്ന, അത് ഏറ്റവും എന്താ പറയുന്നത്, യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരീരം ഉഴവു ചാൽ പോലെ കീറുന്ന അവസ്ഥയാണ്. അതായത് ശരീരത്തില് കൊയ്യുന്ന സമയത്ത് ഉഴവിനുള്ള ചാലുകൾ ഉണ്ടാക്കില്ല, അതുപോലെ പുറം വലിച്ചു കയറുന്ന അവസ്ഥ. ലെതർ ബെൽറ്റിൻ്റെ അറ്റത്ത് കൊളുത്തുകൾ വെച്ചിട്ട് അത് വെച്ച് വീഴ്ചിട്ട് ഒറ്റ വലിക്കുന്ന ഒരവസ്ഥ. അപ്പം ഇതെല്ലാം ഇവർ കാണുകയാണ്. യേശുവിൻ്റെ രൂപം നമ്മളൊന്ന് മനസ്സിലാക്കുക. രോമം പിഴുതെടുത്തു എന്ന് പറയുന്നു, കന്നത്തടിച്ചു, മുൾക്കിരീടം വെച്ചു, മുഖത്തൂടെ എല്ലാം ചോര എന്തോരം ഒലിക്കുന്നത് അല്ലേ. ആ ദശയൊക്കെ ഇങ്ങനെ വലിച്ചു പറിക്കുമ്പം സംഭവിച്ചെന്താ വെച്ചാൽ, യേശുവിൻ്റെ രൂപം അല്ലാത്ത രീതിയിൽ വികൃതമായി മാറുകയാണ് അല്ലേ. അത് അവർ കാണുകയാണ്, ഏറ്റവും നിന്ദിക്കപ്പെട്ട ഒരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം ഇവർ കാണുന്നത് യേശുവിനെ ഏറ്റവും പരിഹസിക്കുന്ന രീതിയിൽ ആ വഴിയിൽ കൂടെ നടത്തി, ഗോൽഗോത്ത മല വരെ കുരിശ് ചുമത്തി നടത്തി. അതിനുശേഷം 2 കള്ളന്മാരുടെ നടുവിൽ റോമൻ ഭരണം വിധിച്ച വിധി ഇതായിരുന്നു, അവനെ ക്രൂശിക്കുക എന്നുള്ളത്. ഇനി ക്രൂശീകരണത്തെക്കുറിച്ചും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. റോമൻ പൗരന്മാർക്ക് ഒരിക്കലും ക്രൂശീകരണം കൊടുക്കില്ല. കാരണം ഒരാളെ ഏറ്റവും നിന്ദിക്കുക, അന്നത്തെ കാലത്ത് ഏറ്റവും നിന്ദിക്കപ്പെട്ട ഒരു മരണം കൊടുക്കുക എന്ന് പറയുന്നത് അത് ക്രൂശീകരണ മരണമായിരുന്നു. അതായത് പബ്ലിക്കായിട്ട് വഴിയിൽ എല്ലാവരും കാണുന്ന രീതിയിലാണ് ഈ ക്രൂശിക്കപ്പെട്ടവരെ നഗ്നമായ ശരീരവുമായിട്ട് വലിച്ചു കീറിയിട്ട് ആ ശരീരവുമായിട്ട് ഇടുന്നത്. അതായത് എല്ലാവരും യേശുവിനെ കാണുന്നവർ അതിൽ പറയുന്ന മുഖം കുലുക്കി പരിഹസിച്ചുകൊണ്ടാണ് പോയെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഒരു പബ്ലിക് ഡിസ്പ്ലേ ആയിട്ട് യേശു ഇങ്ങനെ കിടക്കുന്നത് ക്ലെയോപ്പാവും കൂട്ടുകാരും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ശിഷ്യന്മാർ
യെരുശലേമിൽ നിന്ന് എമ്മോവസിലോട്ട് പോകുമ്പോൾ ഇവർ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം ഇവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ അവർ കണ്ട് അവസാനത്തെ കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശു കർത്താവ് ഈ ക്രൂശിൽ കിടക്കുന്നതാണ്. അതിനുശേഷം യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, അല്ലേ, അടക്കം ചെയ്തു. യേശുവിനെ അരിമത്യക്കാരനായ യോസെഫും നിക്കോദിമോസും ഒക്കെ ചേർന്ന്, ചില സ്ത്രീകളും ചേർന്ന് യേശുവിനെ അടക്കം ചെയ്തു. അവിടെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. അവിടെ റോമൻ സൈന്യം അതിൻ്റെ മുദ്രയും വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവർക്ക് അറിയാവുന്ന അവസ്ഥ. ഓക്കെ, അപ്പം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ എക്സ്പെക്റ്റേഷൻസ് മേ ക്രംബിൾ, അല്ലേ, ഗ്ലാസ് പൊട്ടിത്തകരുന്ന പോലെ ചില ജീവിത സന്ദർഭങ്ങളിൽ പൊട്ടിത്തകരാം, അല്ലേ. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാത്ത അവസ്ഥ വരാം. നമ്മളെ നോക്കുമെന്ന് വിചാരിച്ചവർ ചിലപ്പം നോക്കാത്തൊരവസ്ഥ വരാം. നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ച ഒരു ജോലി നമുക്ക് കിട്ടാതെ, ഒരു എന്താ പറയുന്നത്, വളരെ പ്രതീക്ഷിച്ചിട്ടും അത് കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന മക്കൾ നമുക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് അവർ നമ്മൾക്ക് എതിരെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യത ഉണ്ടാകാം, അല്ലേ. അതുപോലെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിച്ച നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മളെ കൈവിട്ടെന്ന് വരും. ഇതൊക്കെ ജീവിതത്തിൻ്റെ റിയാലിറ്റീസ് ആണ്, അല്ലേ. നമ്മൾക്ക് കൂടെ എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ച നമ്മുടെ കൂട്ടുകാർ നമ്മളെ കൈവിട്ടെന്ന് വരാം, അല്ലേ. നമ്മൾ ഇന്നതൊക്കെ ജീവിതത്തിൽ ആകണമെന്ന് വിചാരിച്ചു, പക്ഷെ ചിലപ്പം ട്രാക്ക് മാറിപ്പോയെന്ന് വരാം. പക്ഷെ ഇത് ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ പോകാതിരിക്കുമ്പം സാധാരണ ആളുകൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ചിലപ്പം ഭയങ്കര നിരാശ വരും, അല്ലേ. ക്ലെയോപ്പാവും കൂട്ടുകാരനും ഏത് മാനസികാവസ്ഥയിൽ കൂടെ പോയെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മളൊന്ന് നമ്മുടെ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ വലിയ നിരാശയുണ്ടാകാം, അല്ലേ, ഒത്തിരി നിരാശയുണ്ടാകാം. അതുപോലെ ഭയങ്കര ഒരു ഡിസ്കറേജ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് തോന്നാം. ഡിസ്കറേജ്മെൻറ്റ്, അതായത് എന്താ പറയുക, ധൈര്യം ചോർന്നു പോകുന്നത് പോലത്തെ അവസ്ഥ. അതുവരെ ഉണ്ടായിരുന്ന ഒരു മെൻ്റൽ സ്ട്രെങ്ത് പെട്ടെന്ന് പോയതുപോലെ. അത് നമുക്ക് ഇവിടെ തന്നെ വായിക്കാൻ സാധിക്കും. ഇതേ അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ ഇവർ പറയുന്നുണ്ട്, ക്ലെയോപ്പാവും കൂട്ടുകാരനും ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. ഞങ്ങളുടെ ആശ അതായിരുന്നു, അയ്യോ ഈ രാജ്യത്തിനൊരു നല്ല ഭാവി ഉണ്ടാകും, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ശിഷ്യരായിട്ട് യേശുവിൻ്റെ പുറകെ വന്ന്. അവരുടെ ഒരു വലിയ എത്രയോ നാളുകളായിട്ട് യേശുവിൻ്റെ പുറകെ ഇവർ നടക്കുകയാണ്. അവരുടെ ആശയെല്ലാം അവർ ആശിച്ചിരുന്ന കാര്യമാണ് യേശു അങ്ങനെ ആകുമെന്നുള്ളത്, അല്ലേ. അപ്പം അവരുടെ ധൈര്യമൊക്കെ ചോർന്നു പോയ പോലത്തെ ഒരു അവസ്ഥ വരാം. നമുക്കും അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ, നമ്മുടെ മനസ്സിൽ സംശയം വരാം, ഡൗട്ട് ആൻഡ് കൺഫ്യൂഷൻ. ഞാൻ ഒരു ഉദാഹരണം പറയാമേ. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന യേശുവിനെ കാണുമ്പോൾ ആദ്യമായിട്ട് യേശുവിനെക്കുറിച്ച് ഡിക്ലെയർ ചെയ്യുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ഘട്ടത്തിൽ രാജാവ് തന്നെ ജയിലിലാക്കിയ സമയത്ത് അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ഉള്ളിൽ പെട്ടെന്നൊരു സംശയം കയറി. എന്നിട്ട് മത്തായി 11:3 ഇങ്ങനെയാണ് കാണുന്നത്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് യേശുവിനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ? യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും യേശു ആണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ഡിക്ലെയർ ചെയ്ത ആളാണ്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ കാര്യം നടക്കാതെ വന്നപ്പം പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരികയാണ്. ഇത് യേശു ആണോ മശിഹ, അതോ വേറെ ആളെയാണോ ഞങ്ങൾ കാത്തിരിക്കേണ്ടത്? ചിലപ്പോൾ ഡൗട്ട് വരാം, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയൊക്കെ വരാം, അല്ലേ. ഇനി ചിലർക്ക് ഭയം വരും, പ്രതീക്ഷിച്ച പോലെ ഇനി എങ്ങനെ മുമ്പോട്ട് പോകുക, എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത്. ചിലർക്കത് ദേഷ്യമായിരിക്കും, കയ്പായിരിക്കും. എന്നാൽ ചിലർക്കാണെങ്കിലുണ്ടല്ലോ എല്ലാം വിട്ടുകളയാം, ഇനി എനിക്ക് മുമ്പോട്ട് പോകണ്ട എന്നുള്ളൊരു ചിന്ത വരും. ഇങ്ങനത്തെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ, അല്ലേ. ഏലിയ പ്രവാചകനെ നമുക്കറിയാം, അദ്ദേഹം വളരെ ശക്തനായൊരു ദൈവദാസനായിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു, എനിക്കിനി ജീവിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് തകരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഈ ശിഷ്യന്മാരെ കുറിച്ചും പറഞ്ഞാൽ അവരെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? യെരുശലേമിൽ നിന്ന് എമ്മവസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
പോയിക്കൊണ്ടിരിക്കുക. യെരുശലേമിൽ വലിയ പ്രതീക്ഷയോടെയാണ് വന്ന യേശുവിൻ്റെ കൂടെ. പക്ഷെ ഇപ്പം നിരാശരായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുക. അവർ പോകുന്ന വഴിയിൽ അവർ വാദിക്കുന്നുണ്ട്, അവർ തർക്കിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചൊക്കെ അവരിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ പോകുമ്പോൾ 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് ആ ദിവസം അവരവിടെ കാണുന്ന എന്താണെന്നറിയാമോ? ഒരു ഒഴിഞ്ഞ കല്ലറ മാത്രമേ ഇപ്പം യെരുശലേമിലുള്ളൂ. അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഈ എമ്മവസിലോട്ട് പോയ ശിഷ്യന്മാരെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ വലിയ ഒരു കൺഫ്യൂഷനാണ്. ഈ ഒഴിഞ്ഞ കല്ലറ എന്തായിരിക്കും? ഇവരങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം ലൂക്കോസ് 24:17 മുതൽ 21 വരെ വായിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്തും എങ്ങനെ ദൈവാത്മാവിന് നമ്മളെ ബലപ്പെടുത്താൻ കഴിയും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവേ. ഈ സമയത്ത് ഇവരിങ്ങനെ നടന്നു പോണ സമയത്ത് ഇവരുടെ അടുക്കൽ ഉയർത്തെഴുന്നേറ്റവനായ യേശു കർത്താവ് ഇവരോട് കൂടെ നടക്കുകയാണ്. പക്ഷെ ഇവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ വായിക്കാം. അവൻ അവരോട്, അതായത് യേശു ഈ ക്ലെയോപ്പാവിനോടും കൂട്ടുകാരനോടും ചോദിക്കുകയാണ്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. ക്ലെയോപ്പാവും കൂട്ടുകാരനും വഴിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ വാദിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ പറയാണ്, ഒഴിഞ്ഞ കല്ലറ എന്തായിരിക്കും? യേശു മശിഹ ആയിരുന്നോ? ഇതൊക്കെ തർക്കമാണ് ഇവർക്ക് കൺഫ്യൂഷനിലാണ് ഇവർ. യേശു ചോദിക്കുമ്പോൾ അവർ വാടിയ മുഖത്തോടെ നിന്നു. നിരാശരായിരുന്നു ഇവരുടെ പ്രതീക്ഷയ്ക്ക് ഉദ്ദേശിച്ച കാര്യം നടക്കാത്തപ്പം മുഖം വാടിപ്പോയായിരുന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ, ഇവിടെയാണ് നമ്മൾ ആ പേര് കാണുന്നത്. യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ക്ലെയോപ്പാവ് ചോദിക്കുകയാണ്, അവര് യേശുവിനെ കാണുമ്പോൾ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തായിരിക്കും റീസൺ? ഇവർ ലാസ്റ്റ് യേശുവിനെ കാണുന്ന എവിടെയാണെന്നറിയോ? ക്രൂശിലോട്ട് അടിച്ചോണ്ട് പോകുന്ന ആ കൊണ്ടുപോകുന്ന സീനാ കാണുന്നത് അല്ലേ? അപ്പൊ യേശുവിന്റെ രൂപമൊക്കെ മാറിയിരുന്നു. ഇപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് യേശു അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഇവർ വിചാരിക്കുക യെരുശലേമിൽ എന്തോ വേറെ ആവശ്യത്തിന് വന്ന പരദേശിയാണ്, വേറെ എവിടെ നാട്ടിൽ നിന്ന് വന്നവനാണ്. എന്നിട്ട് പറയാണ്, ഇവിടെ ഈ ദിവസങ്ങൾ, ഈ 3 ദിവസമായിട്ട് യെരുശലേമിൽ ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നിട്ട്, അതായത് ഈ ഗുരുവായ യേശുവിനെ, നസ്രായനായ യേശുവിനെ സകല ജനവും കാണുകെ പൊന്തിയോസ് പിലാത്തോസിന്റെ കൽപ്പന പ്രകാരം ക്രൂശിച്ച സംഭവം ഒന്നും നീ അറിഞ്ഞില്ലെന്നാ ചോദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അപ്പം യേശു കർത്താവ് തിരിച്ചു വയ്ക്കുകയാണ്, ഏത് എന്നവൻ ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അവരെ സംബന്ധിച്ച് ഏറ്റവും ശക്തനായൊരു പ്രവാചകനായിരുന്നു അല്ലേ യേശു. എന്നിട്ട് പറയാണ്, നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. അപ്പൊ യേശു ചോദിച്ചപ്പോൾ ഇവർ പറയാണ്, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും നല്ലൊരു പ്രവാചകനായിരുന്ന യേശുവിനെ ക്രൂശിച്ചു. ഇത് സംഭവിച്ചിട്ട് ഇത് 3-ാമത്തെ ദിവസമാണ്. ഇപ്പം സംഭവിച്ചേക്കുന്ന എന്താ? അതിൻ്റെ 22 മുതൽ 24 കൂടെ ഒന്ന് വായിക്കാവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ, ഓക്കെ, ആ ദിവസം അവരാ പോയ ദിവസം രാവിലെ സംഭവിച്ച കാര്യം അവർ പറയുന്നത്. ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. ഇവർ പറഞ്ഞ ഇതാണ്, ഇന്ന് രാവിലെ ഉണ്ടല്ലോ, അതായത് ഇവർ യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് മടങ്ങിപ്പോണ ആ ദിവസം രാവിലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗുരുവായിരുന്നു. ആ കല്ലറയ്ക്കൽ ഈ സ്ത്രീകൾ ചെല്ലുമ്പോൾ കാണുന്നത് ഒഴിഞ്ഞ ഒരു കല്ലറയാണ്. അവർ പറയുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ പോയി നോക്കി, പക്ഷെ ഒന്നും കണ്ടിട്ടില്ല. അവിടെ ഒരു ഒഴിഞ്ഞ കല്ലറ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ ന്യൂസും ഇറങ്ങിയിട്ടുണ്ട്, യേശുവിൻ്റെ
ബോഡി ഇവരെടുത്തോണ്ട് മാറ്റിയതാണെന്നൊക്കെ ഉള്ള ന്യൂസ് യെരൂശലേമിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ഒഴിഞ്ഞ കല്ലറ മാത്രമേ ഉള്ളൂ. ഇത് ഇവരുടെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരുടെ അനുഭവങ്ങൾ പറയുകയായിരുന്നു അല്ലേ യേശുവിൻ്റെ അടുക്കൽ. അതായിരുന്നു അവരെ സംബന്ധിച്ച് ഇപ്പം റിയാലിറ്റി എന്താ? യെരൂശലേമിലുള്ള ഒഴിഞ്ഞ കല്ലറ. എന്തുകൊണ്ടായിരിക്കും അവർ യെരൂശലേമിൽ നിന്ന് എമ്മോസിലോട്ട് പോയെന്ന് ഇവിടെ ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ഈ പുരോഹിതന്മാർ ഇതിൻ്റെ ഇടയിൽ ഒരു ന്യൂസ് പരത്തിക്കാനായിട്ട് കാശ് കൊടുത്ത് പറയിപ്പിക്കാൻ പോയായിരുന്നു. റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രയൊക്കെ പൊട്ടിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പിന്നെ ശിഷ്യന്മാർക്ക് പുറത്തു വരാൻ ധൈര്യം ഉണ്ടാവുമെന്ന്? കാരണം യേശുവിൻ്റെ ശവം എവിടെ പോയി എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് കള്ളക്കേസ് ഉണ്ടാക്കി ശിഷ്യന്മാരെ കൊടുക്കാൻ പറ്റുന്ന സമയമാണ്. ചിലപ്പോൾ ഒരു പക്ഷെ ഇത് ഭയന്നിട്ടാകാം ഇവർ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകുന്നത്. ഇവരുടെ മുമ്പിലെ റിയാലിറ്റി എന്ന് പറയുന്നത് ഒഴിഞ്ഞ കല്ലറയാ. അവിടെ പറയുന്നുണ്ട്, ഇത് കേട്ട് ഞങ്ങൾ ഭ്രമിച്ചു പോയി. ഇവർ ഭയങ്കര ആൻഷ്യസ്, ഇവർക്ക് പേടിയാവുകയാണ്. ഇവർക്ക് മനസ്സിലായിട്ടില്ല യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. സെക്കൻഡ് പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ്. ഒന്നാമത്തെ നമ്മൾ കണ്ടത് ഇതാണ്, അവർ എക്സ്പെക്റ്റേഷൻസ് മേ ക്രംബിൾ. നമ്മളുടെ പ്രതീക്ഷകളൊക്കെ തകർന്ന് ചിലപ്പോൾ പോകാം. രണ്ടാമത്തെ സത്യം ഇതാണ്, our experiences don't describe the whole truth. നമ്മളുടെ കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. നമ്മൾ കടന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ എല്ലാ സത്യത്തെയും വിവരിക്കണമെന്നില്ല. ഓക്കെ, സത്യം മറ്റൊന്നായിരിക്കാം. പക്ഷെ നമ്മളെപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചാൽ, ഇവരെ സംബന്ധിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താ? റിയാലിറ്റി എന്താണ്? ഒഴിഞ്ഞ കല്ലറയാണ്. പക്ഷെ സത്യം അതാണോ? ഇവർ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പുറത്ത് വേറൊരു കാര്യം നടക്കുന്നുണ്ട് അല്ലേ? ഇവരെ സംബന്ധിച്ച് ഇത് 3-ാം ദിവസമാണ്. എന്തിൻ്റെ 3-ാം ദിവസം? 3 ദിവസമായിട്ട് ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും പരാജയത്തിൻ്റെ 3-ാമത്തെ ദിവസം ഇവർക്ക്. ഓക്കെ, ഇവരെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ആക്ച്വലി അങ്ങനെയാണോ? ഈ 3-ാം ദിവസം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ, ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പ്ലാനിലുള്ള മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം നടന്ന വലിയ ദിവസമാണ് ആ 3-ാം ദിവസം എന്ന് പറയുന്നത് അല്ലേ? അപ്പം അവരുടെ എക്സ്പീരിയൻസസ് അല്ല ശരിക്കുമുള്ള ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചിട്ട് എല്ലാം തീർന്നു, ഇതെൻ്റെ 3-ാം ദിവസം, എല്ലാം കഴിഞ്ഞു എന്ന് നമുക്ക് ചിലപ്പോൾ വിധി എഴുതാൻ പറ്റും. പക്ഷെ അപ്പുറത്ത് ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഇവർ ഒഴിഞ്ഞ കല്ലറ കാണുമ്പോൾ അത് വിജയത്തിന്റെ കല്ലറയായി മാറുകയായിരുന്നു അല്ലെ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലൊക്കെ ഭേദിച്ചോണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം. ഹല്ലേലൂയ. ഇവര് എംപ്റ്റി ടോംബ് കാണിക്കുമ്പോഴത്തേക്ക് അത് മാത്രമാണ് കാണുന്നെങ്കിൽ അപ്പുറത്ത് വേറൊരു സത്യമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചിലപ്പോൾ എല്ലാം കാണണമെന്നില്ല, നമുക്കെല്ലാം മനസ്സിലാകണമെന്നില്ല. ജീവിതത്തിൽ നമ്മുടെ ചില പ്രതീക്ഷകൾ ചീട്ടുകൊട്ടാരം പോലെ വീഴുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇതോടെ എല്ലാം തീർന്നെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട 3-ാമത്തെ സത്യം എവിടെയാണ്? 3-ാമത്തേത് ഇതാണ്, God is working behind the scenes. God is working behind the scenes. നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഞാൻ ഒറ്റയ്ക്കായി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ആരും കാണുന്നില്ല എന്നല്ലേ? ക്ലെയോപ്പാവും കൂട്ടുകാരനും അങ്ങനെയാണ് വിചാരിച്ചത്. അവർ നിരാശരായിരുന്നു, അവർ ഭ്രമിച്ചിരിക്കുകയാണ്, ദൈവവും ഞങ്ങളെ കൈവിട്ടു, ഞങ്ങളുടെ പ്രതീക്ഷകളും തകർന്നു എന്ന് അവരെ ചിന്തിക്കുന്നത്. പക്ഷെ ഇവർ കാണാത്തൊരു കാര്യമുണ്ട്, ബിഹൈൻഡ് ദ സീൻസ് ദൈവം വർക്ക് ചെയ്യുന്നുണ്ട്. ബിഹൈൻഡ് ദ സീൻസ് അല്ലേ? ഈ നാടകമൊക്കെ നടക്കുമ്പോൾ കേർട്ടൻ ഇടും അല്ലേ? ചില സമയത്ത് ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ ആകാനായിട്ട് അല്ലേ? ആ സമയത്ത് ആൾക്കാർക്ക് ആകെ എന്തേ കാണുള്ളൂ, ഒന്നും കാണാൻ പറ്റത്തില്ല, ആ കേർട്ടൻ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ആ കേർട്ടൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ നടത്തുണ്ടാവും. ആ സീൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ, ചിലപ്പോൾ ഒരു കസേര മാറ്റിയിടുമായിരിക്കും, ഒരു കട്ടിൽ കൊണ്ടിടുമായിരിക്കും, ആൾക്കാർ റെഡിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുമായിരിക്കും. പക്ഷെ അത് അവിടെ കാഴ്ചക്കാർ കാണണമെന്നില്ല. പക്ഷെ ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പിന്നെ ആ കർട്ടൻ മാറ്റുമ്പോഴേ അത് മാറത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ദൈവം എപ്പോഴും നമുക്ക് ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ ലിറ്ററലി കാണാൻ പറ്റില്ലെങ്കിലും ബിഹൈൻഡ് ദ സീൻസ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള എത്ര വലിയ സത്യമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവർ ഒഴിഞ്ഞ കല്ലറ കാണുമ്പോഴത്തേക്ക് ലോകരക്ഷയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ ഇങ്ങനെ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവം തൻ്റെ
തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവർ ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവർ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആക്ച്വലി എന്താ, ഇവരും ഉൾപ്പെടെ സകല ജനത്തിൻ്റെയും രക്ഷയ്ക്കായിട്ടുള്ള ദൈവിക പദ്ധതി ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ തകർന്നു വീഴുമ്പോഴത്തേക്ക്, ആരും അറിയുന്നില്ലെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്: നമ്മുടെ എക്സ്പീരിയൻസ് അല്ല സത്യം, അതിൻ്റെ പുറകിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഒരിക്കലും നമ്മുടെ ഇത് കാണാതെ പോകുന്നില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പക്ഷെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇവർ യേശുവിനോടും ഇവരുടെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിവിടെയാണ് നമ്മൾക്ക് നാലാമത്തെ ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, എൻ്റെ പ്രതീക്ഷകൾ പോയി, എൻ്റെ ജീവിതം ഇനി മുന്നോട്ടില്ല, നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് തന്നെ മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവിടെ കർത്താവായ യേശു ആ ശിഷ്യന്മാരെ മറ്റൊരു വലിയ സത്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുറച്ച് സമയം മിണ്ടാതിരിക്കണം, ദൈവം എന്താണ് പറയുന്നതെന്നൊന്ന് കേൾക്കണം. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇതാണ്: ബി സ്റ്റിൽ ആൻഡ് ഹിയർ ഹിസ് വോയിസ്. നമ്മുടെ വെപ്രാളപ്പെട്ട് അയ്യോ എൻ്റെ എല്ലാം നശിച്ചല്ലോ, എല്ലാം എൻ്റെ പ്രതീക്ഷകൾ മുമ്പോട്ട് പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കുറച്ച് സമയം നമ്മുടെ ആ നാക്കില്ലേ, നിരാശയുടെ വാക്ക് പറഞ്ഞ് ഇനിയൊന്നും ശരിയാവില്ല എന്ന് പറയുന്ന അതൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നിട്ട് ദൈവത്തിൻ്റെ വാക്കൊന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ലൂക്കോസ് 24:25 മുതൽ 27 വരെ ഇങ്ങനെയാ പറയുന്നത്: യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കുറച്ച് സമയം യേശു, അപ്പോഴും അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് യേശു ആണെന്ന്. യേശു പറഞ്ഞു, നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് നിന്നേ, നമുക്ക് മശിഹായെക്കുറിച്ചൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് മോശ തുടങ്ങി. അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ തനക്കിലുള്ള അവരുടെ തിരുവെഴുത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. സ്ത്രീയുടെ സന്തതിയായി വന്ന മശിഹ എങ്ങനെയാണ് ദൈവിക വിടുതൽ മാനവരക്ഷയ്ക്കായിട്ട് കൊടുക്കുന്നതെന്നുള്ളത് യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. യാഗങ്ങൾ സിഗ്നിഫൈ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് അല്ലേ? അവർക്ക് പാപയാഗം ഉണ്ടായിരുന്നു അല്ലേ, ആടിനെ കൊണ്ട് അറക്കുന്ന അല്ലേ. അവർ ആ യാഗങ്ങൾ ചെയ്തത് കാണിച്ചുകൊണ്ടിരുന്ന എന്താണ്? അറക്കപ്പെടാൻ പോകുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന യാഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവര് വിചാരിച്ചു മശിഹ എന്ന് പറയുന്നത് വന്ന് ഇവരുടെ പ്രസന്റിലുള്ള പ്രശ്നമില്ലേ, ആ പൊളിറ്റിക്കൽ ക്രൈസിസ്, അത് മാറ്റിയിട്ട് റോമാക്കാരെ അടിച്ചു മാറ്റിയിട്ട് ഇവർക്ക് ഒരു നല്ല രാജഭരണം വെക്കാൻ പോണ വ്യക്തി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ കോൺസെപ്റ്റ്. എന്നാൽ മശിഹ ആരാണെന്നുള്ള സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തതാണ് അല്ലേ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും അല്ലേ ഇന്നിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താണ്. മശിഹായെക്കുറിച്ച് ക്ലിയർ ആയിട്ട് മശിഹ കഷ്ടം അനുഭവിക്കേണ്ടതാണെന്നുള്ള സത്യം പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് യേശു പറഞ്ഞു കൊടുത്തു. ഇവരിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അപ്പോഴും അവർക്ക് മനസ്സിലാകുന്നില്ല യേശു ആണെന്നുള്ളത്. ഇനി ലൂക്കോസ് 24:28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. യേശു ഇവരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ യേശു പറഞ്ഞു, ഞാൻ ആ ഗ്രാമത്തോടടുത്തു, ഏകദേശം എമ്മൗസ് എത്താറായി. അപ്പം യേശു പറഞ്ഞു ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന പോലെ കാണിച്ചു. അപ്പം അവരോട്, അപ്പോൾ ഇവരെന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളോട് കൂടെ പാർക്കണം അല്ലെ. ഇവരോട് കുറേ നേരമായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാം. നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് അവൻ അവരോടുകൂടെ പാർക്കാൻ ചെന്നു. യേശു അന്ന് അവരുടെ കൂടെ രാത്രിയിൽ താമസിക്കുകയാണ്. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോഴും അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് യേശുവാണ്. അത് ക്രിസ്തു ശിഷ്യന്മാർ ചെയ്യുന്നത് പോലെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഉടനെ അവരുടെ കണ്ണു തുറന്നു അവർക്ക്
കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ സംസാരിച്ചു തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ സംഭവിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. യേശുവും അവരും കൂടെ, ക്ലെയോപ്പാവും മറ്റേ ശിഷ്യനും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇവർക്ക് കൊടുക്കുന്നു. ഇവർക്ക് ആ സമയത്താണ് അവരുടെ കണ്ണ് തുറന്നു, അവരുടെ ആന്തരിക കണ്ണുകൾ തിരിച്ചറിയുകയാണ് ഇത് യേശു ആണെന്നുള്ളത്. അപ്പോൾ അവർക്ക് യേശു അപ്രത്യക്ഷനാവുകയാണ്. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ അവർ കാണുകയാണ്. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു, അല്ലേ? ഭ്രമിച്ച് നിരാശരായി വലിയ പ്രതീക്ഷയോടെ ഇവർ യെരൂശലേമിലേക്ക് ഒരിക്കൽ പോയത്. ആ പ്രതീക്ഷയെല്ലാം തകർന്ന് തിരിച്ച്, അല്ലേ, ബാഗും പൂട്ടിക്കെട്ടി തിരിച്ച് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരാണ്. പക്ഷെ പറയുകയാണ്, അവരെല്ലാം തീർന്നു എന്ന സമയത്ത് യേശു അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇവർ ഒഴിഞ്ഞ കല്ലറ കാണുന്ന സമയത്ത് ദൈവം പുറകിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് ആ സത്യം മനസ്സിലാക്കിയപ്പോൾ ഇവർ പറയാണ്, നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തുന്നുണ്ടായിരുന്നു. ദൈവവചനം കേട്ട് ബലപ്പെട്ട ഇവരെക്കുറിച്ച് പറയുന്ന എന്താ, ലാസ്റ്റ് ആ വാക്യം ഇങ്ങനെയാണ്, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് പിന്നെ എമ്മൗസിലേക്കല്ല യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ബാക്ക് ടു എമ്മൗസ് അല്ല, ബാക്ക് ടു ജെറുസലേം. എങ്ങനെ ഇവർ തിരിച്ച് യെരൂശലേമിലേക്ക് പോകാനിട? ഇവർക്ക് മനസ്സിലായി യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. കുറച്ചു നേരം അവരുടെ വ്യാകുലതകളൊക്കെ മാറ്റിവെച്ച് ദൈവവചനം കേൾക്കാൻ തയ്യാറായപ്പോൾ, തങ്ങളോട് കൂടെ നടക്കുന്ന ദൈവമുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, ഏത് മരണനിഴലിൻ്റെ താഴ്വരയിലും നമ്മുടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ എമ്മൗസിലേക്കല്ല, നിരാശയോടെ എമ്മൗസിലേക്കല്ല നമ്മൾ പോകേണ്ടത്, പൂർവാധികം ധൈര്യത്തോടെ യെരൂശലേമിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപക്ഷെ അവർ പേടിച്ചിട്ടായിരിക്കും യെരൂശലേമിൽ നിന്ന് പോകുന്നത്, അല്ലേ? ശിഷ്യന്മാർക്ക് ഒളിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ ഇപ്പൊ ധൈര്യത്തോടെ വീണ്ടും യെരൂശലേമിലേക്ക് ചെല്ലുക, അല്ലേ? നമ്മൾക്കറിയാം, യെരൂശലേമിലെ ശിഷ്യന്മാർ പിന്നീട് എല്ലാവരും കൂടി വന്നു. യേശു കർത്താവ് അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങൾ പിതാവിൽ നിന്നുള്ള എൻ്റെ വാഗ്ദത്തം ലഭിക്കുന്നത് വരെ, പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം ലഭിക്കുന്നവരെ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുതെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ഈ ക്ലെയോപ്പാവും ശിഷ്യനും ഉണ്ടായിരുന്നു. ഒരു ദിവസം എല്ലാം വേണ്ടെന്ന് വെച്ച് 3-ാം ദിവസം എമ്മൗസിലേക്ക് മടങ്ങിപ്പോകാനിരുന്ന ശിഷ്യന്മാരായിരുന്നു ഈ ക്ലെയോപ്പാവും കൂട്ടുകാരനും. പക്ഷെ അവർ തിരിച്ച് യെരൂശലേമിൽ ചെന്നു. 50-ാം ദിവസം പെന്തക്കോസ്ത് നാളില് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഈ ക്ലെയോപ്പാവുമുണ്ട്, ശിഷ്യനുമുണ്ട്. ദൈവിക പദ്ധതിയുടെ ഒരു വലിയ ഒരു തുടക്കത്തിലേക്ക് ഇവരും പങ്കാളികളായി. യെരൂശലേം സഭയുടെ തുടക്കത്തിൽ ഇവരുമുണ്ട്. എമ്മൗസിലോട്ട് പൂട്ടിയെല്ലാം പോകാനിരുന്ന അവര് ഇപ്പോൾ തിരിച്ച് യെരൂശലേമിലാണ്. പ്രിയമുള്ളവരെ, ഇതല്ലേ നമ്മളെ ഇവർ പഠിപ്പിക്കുന്നത്? നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ചിലപ്പം നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ പൊട്ടിത്തകർന്നു പോകാം, അല്ലേ? എല്ലാം ശരിയായി ഞാൻ ഇന്ന പ്ലാൻ ചെയ്ത് വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു രോഗം വന്നത്, സ്റ്റക്കായതുപോലെ എൻ്റെ ദൈവമേ ഇനി എങ്ങനെ കാര്യങ്ങളാകുമെന്ന് ചിന്തിക്കാം, അല്ലേ? നമ്മുടെ ആരോഗ്യത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലേ, നമ്മൾ വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു ബിസിനസ് ആയിരിക്കാം, പെട്ടെന്ന് എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന പോലെ ചില നിയമങ്ങളുടെ മാറ്റം വന്നു, എല്ലാം വന്നു, പ്രശ്നം വരുന്നു, എല്ലാം തകരുന്ന പോലെ തോന്നാം. അപ്പോഴൊക്കെ നമ്മൾ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ, നിരാശരാകാം, എല്ലാം ഇവിടെ വെച്ച് മതിയെന്ന് തോന്നാം, എല്ലാവരോടും ദേഷ്യം തോന്നാം, അല്ലേ? പക്ഷെ അതൊന്നുമല്ല ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ശരിക്കുമുള്ള ട്രൂത്ത് എന്ന് പറയുന്നത്, അല്ലേ? അവർ കണ്ടത് എല്ലാം ഇല്ലാതെ പോകുന്ന ആ യേശുവിൻ്റെ ആ ശരീരം കണ്ടെങ്കിൽ ശരിക്കുള്ള റിയാലിറ്റി എന്താ? ദൈവം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുകയായിരുന്നു, അല്ലേ? സകല ജനത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ രക്ഷാ പദ്ധതി, അല്ലേ? ഒഴിഞ്ഞ കല്ലറ ഇവർ കണ്ടപ്പോൾ യേശു കർത്താവ് എന്താ, സകല ജനത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു,
ഉയർത്തെഴുന്നേറ്റു. അതായിരുന്നു സത്യം. ഈ സത്യം ഇവർ തിരിച്ചറിഞ്ഞപ്പോൾ they went back to Jerusalem. എങ്ങനെ അവർക്കത് സാധിച്ചത്? കുറച്ച് സമയം തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു നിർത്തിയിട്ട് അവൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചു. ദൈവവചനം നമ്മളെ ബലപ്പെടുത്തും പ്രിയമുള്ളവരെ. ദൈവവചനത്തിന് അതിനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. കാരണം ദൈവവചനം എന്ന് പറയുന്നത് അത് മനുഷ്യർ പറഞ്ഞല്ല, ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. ആ ദൈവവചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് സന്ധിമജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്, നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ആ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ വീണ്ടും യെരൂശലേമിലേക്ക് പോകുവാനും ദൈവം നമ്മളെ ഏൽപ്പിച്ച പദ്ധതിയിൽ തുടരുവാനും ദൈവം നമ്മളെ ബലപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ.